അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെയും വെറുതെ വിടാതെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഗസ മുനമ്പിലെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നാണ് അഭയാർത്ഥികൾക്ക് ഇപ്പോൾ ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തെക്കൻ ഗസ മുനമ്പിലെ മുവാസിയുടെ കിഴക്കൻ ഭാഗത്തു നിന്നാണ് അഭയാർത്ഥികളെ വീണ്ടും ഇറക്കിവിടുന്നത്. നേരത്തെ പലതവണ ആട്ടിയോടിക്കപ്പെട്ടവരാണ് സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങുന്നത്. ആക്രമണത്തിൽ ബാക്കിയായവയും കുഞ്ഞുങ്ങളെയും അടക്കം താങ്ങിപ്പിടിച്ചാണ് അഭയാർത്ഥികളുടെ പലായനം. ഇത് 8ാമത്തെ തവണയാണ് ഇസ്രായേൽ സേന കുടിയൊഴിപ്പിക്കുന്നത് എന്നാണ് അഭയാർത്ഥികളിൽ ഒരാൾ പറയുന്നത്. എങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്ന് അറിയില്ല. വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇസ്രായേൽ സേന വെടിവെക്കുകയും ബോംബിടുകയും ചെയ്യുന്നു എന്നാണ് അഭയാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ച ഹമാസ് പോരാളികളെയും നേതാക്കളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. സുരക്ഷിത മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിടത്ത് ലക്ഷക്കണക്കിന് പേരാണ് അഭയാർത്ഥികളായി കഴിയുന്നത്. ടെന്റുകൾ നിറഞ്ഞ ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. ആരോഗ്യ സേവനവും ഭക്ഷണവും ലഭിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭ ഏജൻസി ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. മാത്രമല്ല, മാലിന്യ കൂമ്പാരത്തിനും അഴുക്കുവെള്ളത്തിനുമിടയിലാണ് ഇവരുടെ ജീവിതം. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും പുതിയ ഒഴിപ്പിക്കലിന് ഉത്തരവിട്ടത്. ചർച്ചകൾക്കുള്ള സംഘത്തെ അടുത്ത വ്യാഴാഴ്ച അയക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തുമാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് താൽപ്പര്യമെടുക്കുന്നത്. അതേസമയം വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേൽ. സൈന്യം ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും ഗസയിൽ സുരക്ഷിത ഇടങ്ങളൊന്നുമില്ലെന്നാണ് സന്നദ്ധ സംഘടനകൾ പറയുന്നത്. ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് നൽകി മിനിറ്റുകൾക്കകം ഇസ്രായേൽ സൈന്യം തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളുമടക്കം 50 ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷിത മേഖലയെന്ന് പറഞ്ഞിരുന്ന ബാനി സുഹൈല പട്ടണത്തിലടക്കം ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും ബോംബിംഗുമാണ് നടത്തിയത്. 9 മാസത്തിലേറെയായി തുടരുന്ന അധിനിവേശ സേനയുടെ ക്രൂരമായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 39,000 കവിഞ്ഞു.